ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല നൈസായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എങ്ങനെ പത്തിരി ചുട്ടെടുക്കാം എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പത്തിരി നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടണമെങ്കിൽ നമ്മൾ പൊടി വാട്ടിയ ഉടനെ തന്നെ ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും. പലരും കൈ പൊള്ളുന്നുള്ള ഒരു കാരണത്താൽ ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാറില്ല. അപ്പോൾ ഇനി കൈ പൊള്ളുന്ന ഒട്ടും പേടി വേണ്ട, ഈ ഒരു ട്രിക്ക് പ്രയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ചൂടോട് കൂടി തന്നെ ഈ പൊടി കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പത്തിരി നമുക്ക് 2-3 ദിവസമൊക്കെ ഒരു കേടും കൂടാതെ തന്നെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പത്തിരിപ്പൊടി വാട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നല്ലോണം വെട്ടി തിളക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ പൊടി വാട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചതിന് ശേഷമേ പൊടി ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ പൊടി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ആ പത്തിരി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ തിളച്ച് വരണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഞാൻ 4 കപ്പ് വെള്ളമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുപോലെ പൊടി നന്നായിട്ട് എല്ലാ ഭാഗവും വേവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ വെള്ളം എത്താതെ അതുപോലെ പൊടി തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഒന്ന് മീഡിയത്തിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ഇരട്ടി വെള്ളം എടുക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയ നീങ്ങും ചെയ്യും കേട്ടോ. അത് പരത്തി നല്ല ശക്തിയായിട്ട് പരത്തി ബുദ്ധിമുട്ടൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പരത്തിയ നീങ്ങും ചെയ്യും. നമുക്ക് പത്തിരിപ്പണി പെട്ടെന്ന് തന്നെ തീർക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കുക. നിങ്ങൾ ടൈലിട്ടിട്ട് കുഴക്കുന്നവരാണ്, സ്ലാബിലൊക്കെ ഇട്ടിട്ട് കുഴക്കുന്നവരാണെങ്കിൽ അതിന് മുകളിൽ ഇതുപോലെ ഒരു തുണി വിരിച്ചു കൊടുക്കുക. ഒരു കോട്ടൺ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെ ഇട്ടിട്ടാണോ കുഴക്കുന്നത് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ വിരിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഈ പൊടി മുഴുവനായിട്ട് കൊട്ടി കൊടുക്കുക. തോർത്തുമുണ്ട് ഒരിക്കലും എടുക്കരുത്, അതിൻ്റെ ചെറിയ ചെറിയ ഹോളിലൊക്കെ ഈ പൊടി ചെന്ന് അടയുള്ളൂ. അപ്പോൾ ഒരു കോട്ടൺ തുണിയോ അഥവാ ഇനി പോളിസ്റ്റർ ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇതുപോലെ വിരിച്ചു കൊടുക്കാൻ. ഉണങ്ങിയ തുണിയാണെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നനച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇങ്ങനെ വിരിച്ചു കൊടുക്കാൻ. ഇനി ഇതിലോട്ട് പൊടി മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചെയ്യാനുള്ളത് ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് നല്ലോണം ഇതുപോലെ ചൂടോട് കൂടി നല്ലോണം ഇങ്ങനെ കുത്തി കൊടുക്കുക. പണ്ടുള്ള ആളുകളൊക്കെ ഇതുപോലെ അമ്മിക്കുട്ടിയൊക്കെ വെച്ചിട്ട് ആ വാട്ടിയ ചെമ്പിൽ വെച്ചിട്ട് തന്നെ കുത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും പലരൊക്കെ ചെയ്യാറുണ്ടാവും. ഈ സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിയിൽ ഈ പൊടി ഇങ്ങനെ ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഒരു തുള്ളി എണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഒട്ടി പിടിക്കില്ല. ഇനിയാണ് നമ്മൾ ട്രിക്ക് ചെയ്യാൻ പോകുന്നത്. ഈ തുണിയിൽ ഈ പൊടി ഇങ്ങോട്ട് ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിന് ഒട്ടും ചൂടുണ്ടാവില്ല. ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കുകയും ചെയ്യുക. നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റോളം അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയിൽ നിന്ന് ഇതിങ്ങോട്ട് വേറെടുത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിമാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു തുണി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കഴുകി സൂക്ഷിച്ച് വെച്ചാൽ മതി. ഉണങ്ങിയതിന് ശേഷം സൂക്ഷിച്ച് വെച്ചാൽ മതി. നമുക്ക് പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് തന്നെ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊട്ടും ചൂടുമില്ല, നല്ലോണം കുഴഞ്ഞ് നല്ലൊരു ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കാം. ഇനി നമ്മൾ സാധാരണ പത്തിരിക്ക് നല്ല ഉരുട്ടിയെടുക്കും, നല്ല ഉരുളകളാക്കിയിട്ട് എടുക്കുമല്ലോ, അങ്ങനെ ഉരുളകളാക്കി എടുക്കൊന്നും വേണ്ട. എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ തന്നെ പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം അതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റായിട്ടൊരു കിട്ടിയിട്ടുണ്ട് ഈ പത്തിരി മാവ്. ഇനി ഞാനിവിടെ ഒരു പ്രസ് എടുത്തിട്ടുണ്ട്. പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിവിടെ പത്തിരി പരത്തുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പാത്രത്തിൽ പത്തിരിപ്പൊടി എടുക്കണം. നമുക്കത് പരത്തി കഴിഞ്ഞ ശേഷം ഇതിലിട്ടിട്ടൊന്ന് തട്ടിക്കൊടുക്കാനാണ്.
അപ്പോൾ അതാ ഉരുളയാക്കണമൊന്നുമില്ല, കട്ട് ചെയ്ത് അതേപോലെ തന്നെ ഇട്ട് പരത്തുകയാണ്. നമുക്ക് റൗണ്ടായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സാധാരണ പ്രസ്സിലിട്ടിട്ട് പരത്തുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ പൊടിയിലിട്ടിട്ടൊന്ന് തട്ടി കൊടുക്കാം. നമ്മുടെ പത്തിരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതുവരെ ഇതിൽ പൊടി ചേർത്തിട്ടൊന്നുമില്ല. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ പ്രസ്സല്ലാതെ സാധാരണയായിട്ട് നമുക്ക് കുഴച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി എളുപ്പം ഇങ്ങനെ പരത്തുന്നതാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ പത്തിരിപ്പണി തീരുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ആ പരത്തിയെടുക്കുന്നതിൻ്റെ അതേപോലെ തന്നെ നമുക്കിതാ കിട്ടുന്നുമുണ്ട്. നല്ല നൈസായിട്ട് കനം കുറഞ്ഞിട്ട് തന്നെ കിട്ടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പരത്തിയെടുക്കണം എന്നില്ല. അപ്പോൾ എല്ലാ ഉരുളകളും ഞാനിവിടെ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരിപ്പണി പെട്ടെന്ന് തന്നെ തീരും. കൂടുതൽ നേരം നിൽക്കൊന്നും വേണ്ട. നമ്മൾ പരത്തൊക്കെ ആണെങ്കിൽ ഇതൊന്ന് വട്ടുണ്ടാക്കി അതുപോലെ ഒന്ന് പരത്തിയെടുത്ത് ഒക്കെ ചെയ്യാം. അതൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുന്നതിനൊക്കെ നല്ല റൗണ്ട് നല്ല ഷേപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലോട്ട് പത്തിരി ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ പത്തിരി ഇട്ട് കൊടുത്ത് ഒരു ഭാഗം ചൂടായപ്പോഴേക്കും തന്നെ മറ്റേ ഭാഗം മറിച്ചിടുമ്പോഴേക്കും തന്നെ നന്നായിട്ട് പൊള്ളം വരുന്നുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ പത്തിരി ചുടുമ്പോൾ 2-3 വട്ടമൊക്കെ മറിച്ചിടുമ്പോഴാണ് പൊള്ളം ഇതുപോലെ വരാറുള്ളത്. അപ്പോൾ ഈ പത്തിരി നല്ല നൈസായിട്ടുള്ളത് കാരണമാണ് ഇത് പെട്ടെന്ന് തന്നെ നല്ല കനം കുറഞ്ഞ രീതിയിലായതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് പൊള്ളം വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ വാട്ടിക്കുഴച്ച് നിങ്ങൾ പത്തിരി പരത്തി ചുടുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പത്തിരി കിട്ടും. പത്തിരി ഉണ്ടാക്കാൻ അറിയാത്ത ഏതൊരാൾക്കും ഇത് നല്ലൊരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ പത്തിരി ചട്ടിയിൽ ഇതുപോലെ പൊടി ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് കൊട്ടി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ പത്തിരിമക്ക് ഇത് പിടിക്കുള്ളൂ. അപ്പോൾ ഒരു കരിഞ്ഞ പോലെ ഈ പൊടി കരിഞ്ഞ പോലെ ആയിട്ട് അതിന്മേൽ ഒട്ടി പിടിക്കുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തട്ടി കൊടുക്കുക. ഇനി പത്തിരി പരത്തി ചൂടാൻ അറിയില്ല എന്ന് ആരും പറയരുത്. ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പത്തിരി ചുട്ടെടുക്കാം. ഇനി അതുപോലെ തന്നെ നമ്മളിത് ചുട്ട ഉടനെ തന്നെ നമ്മൾ കാസറോളിലൊന്നും ആക്കി വെക്കരുത്. നമ്മളിങ്ങനെ എന്തെങ്കിലും മുറത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരന്ന പാത്രത്തിലോ ഇതുപോലെ പരത്തി വെച്ച് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കാസറോളിലാക്കി വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പൊന്തി വന്ന ലെയർ ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ താന്നു പോകും നമ്മൾ കാസറോളിൽ ചൂടോട് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അതുമല്ല ഇതിൻ്റെ അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ ആവി വന്നിട്ട് ഇതിൽമേക്ക് തന്നെ വെള്ളത്തുള്ളികൾ വന്ന് വീഴും. അപ്പോൾ നമ്മളെ പത്തിരി ഒരു കുതിർന്ന പോലെ ആവും. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം മാത്രം കാസറോളിലിട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പത്തിരി നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് 2-3 ദിവസം നിങ്ങൾക്ക് എടുത്തു വെക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.